അഗസ്ത്യരുടെ. ഈ ലോകത്തുള്ള എല്ലാ ജീവികളുടെയും ഏറ്റവും സുന്ദരമായ ഭാഗങ്ങൾ മാത്രം സ്വീകരിച്ച് ഒരു യുവതിയെ അഗസ്ത്യർ സൃഷ്ടിക്കുന്നു. ഏറ്റവും സുന്ദരിയായ സ്ത്രീ എൻ്റെ ഭാര്യയായിരിക്കണം എന്നുള്ളത്. അങ്ങനെ യുവതിയായിട്ടാണ് ലോപാമുദ്രയെ സൃഷ്ടിക്കുന്നത്. ലോപാമുദ്രയെ ഭാര്യയായിട്ട്. ആ ലോപാമുദ്ര ലളിതാംബയിൽ നിന്ന് നേരിട്ട് ഷോഡശാക്ഷരി മന്ത്രം, ശ്രീവിദ്യാ മന്ത്രം സ്വീകരിച്ചു എന്നറിഞ്ഞപ്പോൾ പിന്നെ ഭാര്യയിൽ നിന്ന് ഇത് മേടിക്കാനുള്ള ഒരു മേടിക്കണ്ട എന്ന് വിചാരിച്ച് ഇദ്ദേഹം അഗസ്ത്യ മഹർഷി ഹയഗ്രീവ മൂർത്തിയെ തപസ് ചെയ്തു. മഹാവിഷ്ണുവിൻ്റെ തന്നെ ഒരു പ്രത്യേക ഭാവമാണ് ഹയഗ്രീവ മൂർത്തി. അദ്ദേഹത്തിൻ്റെ കഴുത്ത് കുതിരയുടെ കഴുത്ത് പോലെ നീണ്ട കഴുത്തൊക്കെ ഉള്ള ഒരു പ്രത്യേകത. അങ്ങനെ ഹയഗ്രീവ മൂർത്തി അഗസ്ത്യ മഹർഷിയുടെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു, പുറപ്പെട്ടപ്പോൾ എനിക്ക് ശ്രീവിദ്യാമന്ത്രം വേണം. ശരി, നിനക്ക് ശ്രീവിദ്യാമന്ത്രം ഉപദേശിച്ചു തരുവാനായി ഞാൻ ഭൂമിയിൽ ഹയഗ്രീവ ഋഷിയായിട്ട് ജനിച്ചിട്ടുണ്ട് ഇന്ന സ്ഥാനത്ത്. നീ നേരെ അങ്ങോട്ട് വന്നു. അങ്ങനെ അഗസ്ത്യർ ഹയഗ്രീവ ഋഷിയുടെ അടുത്ത് ശ്രീവിദ്യാമന്ത്രം ഷോഡശാക്ഷരം ഉപദേശം സ്വീകരിക്കുകയും ചെയ്ത് വന്നു. അങ്ങനെ അഗസ്ത്യരുടെയും ഋഷി ഗുരു ഹയഗ്രീവ ഋഷിയാണ് ശ്രീവിദ്യ ഉപാസന. ആ ശ്രീവിദ്യാ മന്ത്രത്തിൻ്റെ ആ സാധനാക്രമം, ആ പരമ്പരയിലാണ് ഞങ്ങളെല്ലാം ഉൾപ്പെടുന്നത്. എങ്ങനെ പറയുന്നു ഞങ്ങളെല്ലാം ഉൾപ്പെടുന്നതെന്ന് പറയാനുള്ള ആ ഒരു പരമ്പരക്കാരാണ്. അഗസ്ത്യ മഹർഷിയുടെ പരമ്പരയിൽ നിന്നും ശ്രീവിദ്യോപാസനയും കാര്യങ്ങളും സ്വീകരിച്ചിരിക്കുന്ന പരമ്പരയിൽ എൻ്റെ തൊട്ട് മുൻപുള്ള ഇത് ഋഷികുല പരമ്പരയാണ്. ആ ഒരു പരമ്പരയിൽ നിന്നും ചെവിക്ക് ചെവിയായി ഉപദേശം സ്വീകരിച്ചു പോരുന്നതാണ് ആ പരമ്പരയുടെ പ്രത്യേകത. ഈ ഋഷികുല പരമ്പരകളൊക്കെ അങ്ങനെയാണ്. അങ്ങനെ എനിക്ക് മുൻപുള്ള ഒരു യോഗീശ്വരൻ എന്ന് പറയുന്നത് ഭൈരവാനന്ദ യോഗിയാണ്. ശ്രീ ഭൈരവാനന്ദ യോഗീന്ദ്രനാണ്. തിരുവനന്തപുരത്ത് കടക്കൂട്ടത്താണ് അദ്ദേഹം മഹാസമയായിരിക്കുന്നത്. അദ്ദേഹം അഗസ്ത്യ പരമ്പരയിൽ നിന്നും ഈ വിദ്യ സ്വീകരിച്ച ആളാണ്. അദ്ദേഹത്തിൻ്റെ ആ പരമ്പരയാണ് തുടർന്ന് ഞങ്ങൾ വരുന്നത്. അപ്പോൾ അങ്ങനെ ഇപ്പോൾ എൻ്റെ ശിഷ്യന്മാർ ധാരാളം പേരുണ്ട്. ഈ ഷോഡശാക്ഷരി ഉപാസിക്കുന്ന ആളുകളുണ്ട്. ആ ഉപാസനയുടെ രീതി എന്താണ്? ആ ഉപാസന മന്ത്രങ്ങളെന്താണ്? ഈ മന്ത്രം ഈ പറഞ്ഞിരിക്കുന്ന ഷോഡശാക്ഷരി എന്ന് പറയുന്ന ശ്രീവിദ്യാമന്ത്രമാണ്. പക്ഷെ അത് ആദ്യം ആ മന്ത്രം ഉപാസിക്കാനില്ല. ആദ്യമായിട്ട് യോഗശാസ്ത്രത്തിലേക്ക് ഒരാൾ കടന്നു വന്നാൽ അദ്ദേഹത്തിനോട് ചില നിബന്ധനകളൊക്കെ പറയും. പഴയ കാലത്ത് അതിൻ്റെ കണക്ക് ഒരു ഋഷിയുടെ കുലത്തിൽ ശിഷ്യനായിട്ട് ഒരാൾ ചെന്നാൽ 12 വർഷം അവിടെ താമസിച്ച് പല രീതിയിലുള്ള വിദ്യകളും കാര്യങ്ങളുമെല്ലാം അഭ്യസിച്ച് ഗുരുവിനെ ശുശ്രൂഷിച്ച് 12 കൊല്ലം കഴിയുമ്പോഴാണ് അദ്ദേഹത്തിന് അജപാ വിദ്യ എന്ന് പറയുന്ന വിദ്യ ഹംസഗായത്രി ദീക്ഷയോടുകൂടി കൊടുക്കുന്നത്. ഹംസഗായത്രി ദീക്ഷ എന്ന് പറഞ്ഞാൽ അതൊരു ഒരു മന്ത്രദീക്ഷയാണ്, മൂലമന്ത്രദീക്ഷയാണ് കൊടുക്കുന്നു. അത് കഴിഞ്ഞ് വീണ്ടും അദ്ദേഹം ആ മന്ത്രമൊക്കെ ഉപാസിച്ച് ഹംസഗായത്രി അജപാവിദ്യ ഉപാസിച്ച് 12 കൊല്ലം കഴിയുമ്പോഴാണ് ഭേദരീ വിദ്യ ഉപയോഗിച്ച് കൊടുക്കുന്നത്. അതും കഴിഞ്ഞ് പൂർത്തിയാക്കി ഉറയ്ക്കുന്നപ്പോഴാണ് ഷോഡശാക്ഷരി ആകുന്ന ശ്രീവിദ്യാമന്ത്രം ഉപദേശിക്കുന്നത്. ഇന്ന് അങ്ങനെ 24 കൊല്ലമോ 30 കൊല്ലമോ ഒക്കെ പഠിക്കാനുള്ള ഒരു സമയമില്ലാത്തതിൻ്റെ പേരിൽ ഗുരുക്കന്മാർ വളരെ വളരെ ലുബ്ധമായിട്ടാണ് ഈ വിദ്യകൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അടുത്ത കാലത്തായി ഞാൻ ഒരു ചെറിയ വ്യത്യാസമൊക്കെ വരുത്തിയിട്ടുണ്ട്. എൻ്റെ ഗുരുവിൻ്റെ നിർദ്ദേശപ്രകാരം ഈ വിദ്യ കൂടുതൽ ആളുകളിലേക്ക് പ്രചരിപ്പിക്കണമെന്ന്. ഭൈരവാനന്ദ ഗുരുവിനെയാണ് ഉദ്ദേശിക്കുന്നത്. എൻ്റെ ഗുരു ഭൈരവാനന്ദ ഗുരുവിൽ നിന്നും ഉപദേശം പഠിച്ച വേറെ അതാണ് പത്മനാഭൻ. അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം ഭൈരവാനന്ദൻ മരിച്ചിട്ട് എത്രകാലമാണ്? ഭൈരവാനന്ദ സ്വാമി മഹാസമാധിയായിട്ട് 60 കൊല്ലം.
അദ്ദേഹത്തിൻ്റെ ശവശരീരം ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ ശവശരീരം എന്ന് പറയാൻ പാടില്ല. അദ്ദേഹത്തിൻ്റെ ശരീരം അദ്ദേഹം സമാധിയാകുന്നതിന് 1 മാസം മുൻപ് തന്നെ പ്രഖ്യാപിച്ചിരുന്നു. ഞാൻ അവളോട് അനുവാദം മേടിച്ചു കഴിഞ്ഞു, മഹാസമാധി സ്വീകരിക്കാൻ പോവുകയാണ്. അപ്പോൾ ഈ അവൾ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഭാര്യയും മക്കളുമല്ല, അദ്ദേഹത്തിനപ്പുറത്ത് ഭാര്യയും മക്കളും ഉണ്ടായിരുന്നു. അവൾ എന്ന് പറയുന്നത് പരാശക്തി, അല്ലെങ്കിൽ ശ്രീവിദ്യയോടാണ്, പരാശക്തിയോടാണ് അനുവാദം മേടിച്ചിരിക്കുന്നത്. 1 മാസമേ ഞാനിനി ഇങ്ങനെ ഇരിക്കുന്നുള്ളൂ, പിന്നെ സ്ഥിരസമാധി സ്വീകരിക്കുകയാണ്. അങ്ങനെ ആ സ്ഥിരസമാധിക്ക് 4 ദിവസം മുൻപ് പ്രധാനപ്പെട്ട ശിഷ്യന്മാർക്കെല്ലാം ടെലഗ്രാം ചെയ്തു, ഞാൻ ഇന്ന ദിവസം ഇന്ന സമയത്ത് സ്ഥിരസമാധി സ്വീകരിക്കുന്നതാണ്. അങ്ങനെ ശിഷ്യന്മാരെല്ലാം ചേർന്നു. ആദ്യം തന്നെ ചെന്ന ഒരാൾ എറണാകുളത്തുനിന്ന് ചെറുപറമ്പത്ത് വേലായുധത്തിൽ നിന്ന് ആൾ ചെന്നു. അദ്ദേഹത്തോട് കൈമളിക്കോ, ഇന്ന സ്ഥാനത്ത് ഞാൻ കുത്തിയടിച്ചിട്ടുണ്ട്, അവിടെ കല്ലറ കെട്ടിക്കൊടുത്തു. അങ്ങനെ അദ്ദേഹം ആളിലേക്ക് നിർത്തി കല്ലറയൊക്കെ കെട്ടി എല്ലാം കഴിഞ്ഞ് ആ സമാധി ദിവസം, ശിവരാത്രിയുടെ തലേ ദിവസം, ഏകാദശി കഴിഞ്ഞ് ദ്വാദശി കിടന്ന് രാവിലെ ഒരിടം നക്ഷത്രമാണ് രാവിലെ 7 മണിക്ക് സമാധിയാകുമെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ സമയം വന്നു. അപ്പോൾ ധാരാളം ശിഷ്യന്മാരൊക്കെ പോയിരുന്നു. അദ്ദേഹം തൻ്റെ ആശ്രമത്തിൽ ആ ചെറിയ മുറിയിലിരുന്നു. അദ്ദേഹം സാധാരണ ജപിക്കാൻ ഒരു പീഠമുണ്ട്, ആ പീഠത്തിലിരുന്നു കൊണ്ട് പറഞ്ഞു, എനിക്കിനി 5 മിനിറ്റ് സമയമുണ്ട്, 5 മിനിറ്റ് നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാം. ഇപ്പോൾ ശിഷ്യന്മാരും പ്രശിഷ്യന്മാരും ഒക്കെ ചുറ്റിനും ആ മുറിക്ക് പുറത്തായിട്ട് ജനലിങ്കലും വാതിലിൻ്റെയൊക്കെ അടുത്ത് ഇങ്ങനെ കൂടി നിൽക്കുകയായിരുന്നു. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ 5 മിനിറ്റ് ഉണ്ട് ചോദിച്ചു. അങ്ങനെ ഒരു ശിഷ്യൻ ഒരു സംശയം ചോദിച്ചു. വലിയ ബ്രഹ്മരഹസ്യമായ കാര്യങ്ങളാണ് ചോദിക്കുന്നത്. അദ്ദേഹത്തിന് മറുപടി കൊടുത്തു. അടുത്ത ശിഷ്യൻ മറ്റൊരു ചോദ്യം ചെയ്തു, അതിനും മറുപടി കൊടുത്തു. പിന്നെ ഒരു ശിഷ്യൻ ഒരു ചോദ്യം ചെയ്തു, അതിനും മറുപടി കൊടുത്തു. മറ്റാരോ എന്തോ ചോദിക്കാൻ പോയപ്പോൾ കൈകൊണ്ടില്ല. ഇനി അദ്ദേഹം അങ്ങനെ ഇരുന്നിട്ട് അദ്ദേഹം ഗോമുഖാസനത്തിലാണ് അങ്ങനെ ഇരുന്ന് അടുക്കെ ഒന്ന് മുൻപോട്ട് ആഞ്ഞ് ഒരു ശ്വാസം വലിച്ചു, ശ്വാസം എടുത്താണ് സമാധി. അപ്പം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഒരു ശവശരീരമല്ല, സ്ഥിരമായ ജീവിതമാണ്. അദ്ദേഹം പറയാതെ അവിടെ ഇരുന്ന് പിന്നെ ശിഷ്യന്മാരൊക്കെ പോയി. 1 ദിവസം അദ്ദേഹത്തിൻ്റെ ശരീരം ആൾക്ക് കാണാൻ വേണ്ടി അവിടെ വച്ചിരുന്നു. പിറ്റേ ദിവസം രാവിലെയാണ് 24 മണിക്കൂർ കഴിഞ്ഞാണ് സമാധി. സമാധി ക്രമപ്രകാരം പെണ്ണിക്കലും ഉപ്പും കർപ്പൂരവും ഭസ്മവും ഒക്കെ ഇട്ട് സമാധി കല്ലറ നിറച്ച് ചിലാമിട്ട് അങ്ങനെയാണ് സമാധിയാണ്. ഇപ്പോൾ ശവശരീരമല്ല എന്ന് പറയുന്നത് അത് സ്ഥിരമായ സാധനയാണ്. അദ്ദേഹം പറഞ്ഞിരുന്നു, നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്നെ കാണണമെന്നുണ്ടെങ്കിൽ 12 വർഷം തികയുമ്പോൾ 12ാമത്തെ സമാധിനത്തിൻ്റെ ആ സമയത്ത് തുറന്ന് കണ്ടുകൊണ്ടു എന്ന് പറഞ്ഞു. തുറന്നിട്ടില്ല. 12 വർഷം 4-5 കഴിഞ്ഞു. പക്ഷെ അവിടെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മരണപത്രത്തിൽ അദ്ദേഹം ഒരു വില്ല് എഴുതിയിട്ടുണ്ട്. ആ പത്രത്തിൽ ഈ ആശ്രമത്തിൻ്റെ സമാധി മണ്ഡപത്തിൻ്റെയൊക്കെ ഭരണം സന്തതി പരമ്പരകളെയാണ്. അത് ഒരു സന്യാസിയും മുനിയും ചെയ്യാവുന്നതാണ്. അല്ല, അദ്ദേഹം അങ്ങനെയാണ് ചെയ്തിരുന്നത്. സന്തതി പരമ്പരകളെയാണ് ഇതിൻ്റെ ഭരണം ഏൽപ്പിച്ചത്. ശിഷ്യ പരമ്പരക്കാർക്ക് ഇവിടെ വന്നിരിക്കാനും തപശ്ചര്യ നടത്താനുമുള്ള അവകാശവും കൊടുത്തിരുന്നു. അത് അദ്ദേഹത്തിൻ്റെ അതിൽ അങ്ങനെയാണ് വന്നത്. ഇപ്പോൾ ശിഷ്യ പരമ്പരക്കാരായ ഞങ്ങളൊക്കെ അവിടെ ചെല്ലും, എന്ന് അവിടെ ഇരുന്ന് ധ്യാനിക്കുകയും തപസ് ചെയ്യുകയും ധ്യാനിക്കുകയോ തപസ് ചെയ്യുകയൊക്കെ ചെയ്യാം. അവിടെ ചെല്ലും പോരും. ഭരണം ഞങ്ങൾക്കില്ല. ഒന്ന് നോക്കണമെങ്കിൽ അതുകൊണ്ട് നന്നായി. നമുക്ക് ഈ ഭരണം അത്ര നല്ലതല്ല.
അതൊരു രാജസമാണ്. അതിന് പറ്റിയ ആളുകളൊക്കെ ചെയ്തോട്ടെ. ഭരണം എന്ന് പറയുമ്പോൾ അവിടെ രാജസമാണ്. ശിഷ്യപരമ്പരക്കാർ സാത്വികരായി ജീവിച്ചാൽ മതി എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഭരണവും കേസും കാര്യങ്ങളും ഒന്നും നമുക്ക് പറ്റില്ല. അപ്പോൾ ഈ ഇത്രയും കാലമായിട്ട് അത് തുറന്നു കാണാനായിട്ട് ആരും ശ്രമിക്കുകയോ തുറന്ന് കാണാനുള്ള ശ്രമം പലരും ശിക്ഷപരമ്പരക്കാര് പറഞ്ഞനുസരിച്ച് അവിടെ കുടുംബ പരമ്പര സന്തതി പരമ്പരകൾ തമ്മിൽ കേസും പടക്കുവാണ്. ഈ ശബരിമല ധർമ്മശാസ്ത്രാവ് ഇരിക്കുന്ന ആസനത്തെ കുറിച്ച് പറഞ്ഞു. എന്താണ് അതിനെക്കുറിച്ച് കൂടുതൽ പറയാനുള്ളത്? ഞങ്ങൾ നമ്മൾ ആ പീഠത്തെയാണല്ലോ പറഞ്ഞത്. വീരാസനമാണ് എന്ന് ചൊല്ലി പറയുന്നു. വീരാസനമാണ്. അതായത് വീരാസനത്തിലാണ് മനുഷ്യൻ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ ലെവിറ്റേഷൻ എന്ന് ഇംഗ്ലീഷിൽ പറയുന്നു. അത് ചെയ്യാനുള്ള പോസ്റ്റർ അഥവാ ആസനം വീരാസനമാണെന്ന് പറയുന്നു. ആ രീതിയിലാണ് ഇരിക്കുന്നത് എന്ന് ചിലർ അഭിപ്രായപ്പെടുന്നുണ്ട്. ചീരപ്പഞ്ചറ തുടങ്ങിയ സ്ഥലത്തുള്ള ആളുകൾ വീരാസനത്തിലാണ് ഇരിക്കുന്നത്. അവിടെ ഇരിക്കുന്ന അതിനുള്ള പ്രതിഷ്ഠകളും മറ്റൊരു വീരാസനത്തിലാണ് എന്ന് പറയുന്നു. മറ്റു ചിലർ മറ്റൊന്നാണ് പറയുന്നത്. കാരണം ഒരു കാലം നിലത്തേക്കിട്ട് ആണ് ഇരിക്കുന്നത് എന്ന് പറയുന്നു. അത് ബുദ്ധന്റെ ഒരു പ്രത്യേക ഇരിപ്പിന്റെ രീതിയാണ് എന്ന് പറയുന്നു. മറ്റേ പിന്നെ ഈ ബന്ധനത്തോടു കൂടിയുള്ള ഇപ്പോൾ നമ്മൾ ഈ പടങ്ങളിലൊക്കെ കാണുന്ന ആ ഇരിപ്പ്, അത് പ്രത്യേകിച്ച് ഒരു ആസനം എന്ന് പറഞ്ഞിട്ടുണ്ടോ എന്നെനിക്ക് സംശയം. അങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ അത് ഏതായിരിക്കും? ഇപ്പം അങ്ങ് പറഞ്ഞ ആസനം അതിൽ ഏതായിരിക്കും? ഞാൻ ആസനത്തെക്കുറിച്ച് പറഞ്ഞില്ല. ഞാൻ പറഞ്ഞ അദ്ദേഹം ഇരിക്കുന്ന പീഠത്തെക്കുറിച്ചാണ് കുറിച്ച്. ആ പീഠത്തിലാണ് അദ്ദേഹം ഇരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ആസനം, ഇപ്പോൾ ഇരിക്കുന്ന ആസനം യോഗശാസ്ത്രത്തിൻ്റെ ഒരു ആസനത്തോട് ചേരുന്ന ആസനമല്ല. അത് അദ്ദേഹത്തിൻ്റെ മാത്രമായ ഒരു ആസനമാണ്.